പ്രിയ പഠിതാക്കളെ, നമ്മൾ ഹിസ്റ്ററി പരീക്ഷയിൽ +2 ഹിസ്റ്ററി പരീക്ഷയിൽ തുല്യതാ ഹിസ്റ്ററി പരീക്ഷയിൽ പ്രതീക്ഷിക്കുന്ന എസ്സേ ഹാരപ്പൻ സംസ്കാരവും മോഹൻജദാരവും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്ന ഒരു എസ്സേ. ഹാരപ്പൻ സംസ്കാരവും മോഹൻജദാരവും. മോഹൻജദാരോ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമാണ്, മെയിൻ സിറ്റിയാണ് എന്ത്, മോഹൻജദാരോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിന് അത് തന്നെയാണ് ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഇവിടെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. അത് നന്നായിട്ട് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാരപ്പൻ സംസ്കാരം എന്നൊരു എസ്സേ, മോഹൻജദാരോൻ്റെ ഹാരപ്പൻ സംസ്കാരവും മോഹൻജദാരോ എന്നുള്ള എസ്സേ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ എസ്സേ പ്രതീക്ഷിക്കുന്നത് 1857 വിപ്ലവം. നമ്മുടെ 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 1857 വിപ്ലവം ഉണ്ടല്ലോ, ആ വിപ്ലവത്തിൻ്റെ ചാപ്റ്റർ, അതിൽ നിന്നാണ് നമ്മൾ അടുത്ത എസ്സേ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ എസ്സേ വന്നിട്ടില്ലെങ്കിൽ ആ 1857 വിപ്ലവത്തിൻ്റെ പരാജയ കാരണങ്ങൾ എന്തായാലും വരും. പരാജയ കാരണങ്ങൾ, അത് 4 മാർക്ക് ഷുവറാണ്. എസ്സേ വന്നിട്ടില്ലെങ്കിൽ പരാജയ കാരണങ്ങളിലേക്ക് പോകും. അപ്പോൾ രണ്ടാമത് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ആ എസ്സേ ആണ്. 1857 വിപ്ലവത്തിൻ്റെ ആണ് എസ്സേ പ്രതീക്ഷിക്കുന്നത്. അതും വീഡിയോ ചെയ്തിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുക, നിങ്ങൾ കാണണം, കണ്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, പാഴാവില്ല. പിന്നെ മൂന്നാമത് നമ്മൾ എസ്സേ പ്രതീക്ഷിക്കുന്നത് ഗാന്ധിയും ദേശീയ പ്രസ്ഥാനം എന്നുള്ള ചാപ്റ്ററിൽ ഗാന്ധിജിയുടെ പങ്കാണ്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിൽ, സമരത്തിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ, വിവിധതരം സമരത്തിൽ ഗാന്ധിജിയുടെ പങ്കാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ചമ്പാരൻ സമരം, ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ, ഉപ്പ് സത്യാഗ്രഹമൊക്കെ എഴുതാം. നമുക്ക് ഒരു 4-5 സമരങ്ങൾ എഴുതിയാൽ അത് ഏകദേശം 1.5 എഴുതാൻ പറ്റും. ഗാന്ധിജിയുടെ പങ്കാണ് ഉദ്ദേശിക്കുന്ന സമരത്തിൽ. അപ്പോൾ നമ്മൾ 3 എസ്സേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തത് ഹാരപ്പൻ സംസ്കാരവും മോഹൻജദാരോവും. 2 1857 വിപ്ലവം. ആ വിപ്ലവം വന്നിട്ടില്ലെങ്കിൽ എന്ത് ചോദിക്കും? വിപ്ലവത്തിൻ്റെ പരാജയകാരണങ്ങൾ ചോദിക്കും. വിപ്ലവത്തിൻ്റെ പരാജയകാരണങ്ങൾ 4 വരിയേ ഉള്ളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രതീക്ഷിക്കുന്ന എസ്സേ ആണ് എന്ത്, മഹാത്മാഗാന്ധിജിയുടെ പങ്ക്. ഈ 4-5 സമരങ്ങൾ പഠിച്ചേക്കുക ആ പാഠത്തിൽ നിന്ന്. ഉപ്പ് സത്യാഗ്രഹം, നമ്മുടെ ചമ്പാരൻ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം, പിന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ വിജയനഗര സാമ്രാജ്യത്തിലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വിജയനഗര സാമ്രാജ്യം, അതും നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ആഴ്ചകൾക്ക് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്ന എല്ലാ പ്രധാന ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ആഴ്ചകൾക്ക് മുന്നേ, മാസങ്ങൾക്ക് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ലിങ്ക് ഞാനിവിടെ എന്ത് ചെയ്യാം, ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ആവർത്തിച്ച് കണ്ട് നോട്ട് എഴുതി മനസ്സിലാക്കി കേട്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാം, 60-ൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാം പരീക്ഷയ്ക്ക്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതിൽ ഒരുപാട് 1 വേർഡ് ക്വസ്റ്റ്യൻ ഒരുപാട് കൂടുതലാണ്. നമുക്ക് 14 പാടുള്ളതുകൊണ്ട് തന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ ഒരുപാട് കൂടുതലാണ്. പിന്നെ മഗധയുടെ പ്രത്യേകതകൾ ചോദിക്കും. 2ാം പാഠത്തിലെ മഗധയുടെ പ്രത്യേകതകൾ. മഗധയെക്കുറിച്ച് അറിയാമല്ലോ അല്ലേ? നമ്മുടെ മഹാജനപദങ്ങൾ പ്രധാനപ്പെട്ടാണ് മഗധ. മഹാജനപദം എന്ന് പറയുന്നത് എന്താണ്? മഹാജനപദം പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ ആദ്യകാല രൂപങ്ങളാണ് മഹാജനപദങ്ങൾ. രാഷ്ട്രത്തിൻ്റെ ആദ്യകാല രൂപങ്ങളായിരുന്നു മഹാജനപദങ്ങൾ. മഹാജനപദങ്ങൾ 16 ഉണ്ട്. അതിൽ ഏറ്റവും ശക്തമായത് നമ്പർ 1 മഗധയാണ്. മഗധയുടെ പ്രത്യേകതകൾ എക്സാമിന് ചോദിക്കും. മഗധയുടെ പ്രത്യേകതകൾ ചോദിക്കും. 27ാമത്തെ പേജിലുണ്ട് മഗധയുടെ പ്രത്യേകതകൾ. ഫലഭൂയിഷ്ഠമായ മണ്ണ് മഗധയെ കാർഷിക പുരോഗതി സഹായിച്ചു. മഗധയിലെ മണ്ണ് ഫലഭൂയിഷ്ഠമായ മണ്ണായിരുന്നു. മഗധയിലെ മണ്ണ് അത് തന്നെ കൃഷിയെ സഹായിച്ചു. പിന്നെ ഇരുമ്പയിലുള്ള ലഭ്യത ഉണ്ടായിരുന്നു ഇവിടെ മഗധയിൽ. ആനസമ്പത്ത്, കുതിരസമ്പത്ത്, ഫലഭൂയിഷ്ഠമായ നദികൾ, മണ്ണുകൾ, അതുപോലെ ഒരുപാട് പറഞ്ഞു. അജാതശത്രു, മഹാപത്മന തുടങ്ങിയ ഭരണാധികാരികളാണ് മഗധയാക്കിയത്. അജാതശത്രു, മഹാപത്മനന്ദൻ തുടങ്ങിയ ഭരണാധികാരികളാണ് മഗധയാക്കി മാറ്റി. ഇങ്ങനെ മഗധയുടെ പ്രത്യേകതകൾ എക്സാമിന് ചോദിക്കും. മഗധ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മഗധ. പിന്നെ പിന്നീട് എന്തായി മാറിയത്? മൗര്യ സാമ്രാജ്യമായിട്ട് മാറിയത്. മഗധ എന്തായി മാറി? മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആ പാഠത്തിൽ കേട്ടോ. മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യവും അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും പഠിക്കണം. മൗര്യ സാമ്രാജ്യവും ഗുപ്ത സാമ്രാജ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. മഗധ എന്തായി മാറിയത്? മൗര്യ സാമ്രാജ്യമായിട്ട് മാറിയത്. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്ന ആ പുസ്തകത്തിൻ്റെ പേരാണ് ഇൻഡിക്ക. മെഗസ്തനീസിൻ്റെ ബുക്കിൻ്റെ പേര് ഇൻഡിക്ക. ഇൻഡിക്കയിൽ നമുക്ക് എന്ത് ലഭിക്കുന്നത്? കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം. 2 പുസ്തകം പേര് പരിചയപ്പെടുത്തുന്നുണ്ട്. കൗടില്യൻ്റെ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. മെഗസ്തനീസിൻ്റെ ഗ്രന്ഥമാണ് ഇൻഡിക്ക. മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന കൃതിയിൽ നിന്ന് നമുക്ക് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. മഗധയാണ് എന്തായി മാറിയത്? മൗര്യ സാമ്രാജ്യമായിട്ട് മാറുന്നത്. മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് നമുക്ക് മൗര്യ സാമ്രാജ്യത്തോടെ വിവരങ്ങൾ ലഭിക്കുന്നത്.
അപ്പോൾ മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാന രാജാവ് പറയുമ്പോൾ അശോക ചക്രവർത്തി, അത് അശോകധർമ്മ ഒക്കെ പഠിക്കണേ. അപ്പോൾ മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗുപ്ത സാമ്രാജ്യം, നമ്മുടെ സമുദ്രഗുപ്തൻ, അതിൽ ഹരിസേനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും. പിന്നെ ലിഖിതങ്ങളുടെ പരിമിതികൾ എന്തെല്ലാം? ലിഖിതങ്ങളുടെ പരിമിതികൾ, 33-ാമത്തെ പേജിൽ ലിഖിതങ്ങളുടെ പരിമിതികൾ. ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും. ലിഖിതങ്ങളുടെ പരിമിതികളാണ് ചോദ്യം. ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും. അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. ലിഖിതങ്ങളിലെ വാക്കുകൾ അർത്ഥങ്ങൾ സന്ദർഭത്തിനൊത്ത് മനസ്സിലാക്കുക എളുപ്പമല്ല. ലിഖിതങ്ങൾ പൊതുവെ അവ സ്ഥാപിച്ച രാജാക്കന്മാരുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇതൊക്കെയാണ് എന്ത്? ലിഖിതങ്ങളുടെ പരിമിതികൾ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. 2022 2021 ചോദിച്ചിട്ടുണ്ട്. ലിഖിതങ്ങളുടെ പരിമിതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ലിഖിതങ്ങളുടെ പരിമിതികൾ പേജ് നമ്പർ 33 ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും. അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും. ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും. അക്ഷരങ്ങൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ലിഖിതങ്ങളിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ സന്ദർഭത്തിനൊത്ത് മനസ്സിലാക്കുക എളുപ്പമല്ല. പിന്നെ ഓരോ ലിഖിതവും അത് തയ്യാറാക്കിയ രാജാക്കന്മാരുടെ നേട്ടങ്ങളെയാണ് പരാമർശിക്കുന്നത്. ഇതൊക്കെയാണ് ആ പാഠത്തിലുള്ള ഇമ്പോർട്ടൻ്റ്. അതിൽ ഗഹപതി മസാട്ടുവനൊക്കെ പഠിക്കേണ്ട. ഗഹപതി ഭൂടമ മസാട്ടുവൻ, ഗഹപതി മസാട്ടുവനൊക്കെ പഠിക്കണം. ഇമ്പോർട്ടൻ്റ്. ഗഹപതി എന്താണ്? നമ്മൾ പഠിച്ചാണ്. ഗഹപതി ഭൂവുടമയെ വിളിക്കുന്ന പേരാണ് ഗഹപതി. മസാട്ടുവൻ എന്താണ്? മസാട്ടുവൻ കച്ചവടക്കാരാണ് മസാട്ടുവൻ. പിന്നെ സമുദ്രതീരത്തെ പ്രധാന നഗരം പുഹാറാണ്. സമുദ്രതീരത്തെ പ്രധാന നഗരത്തിൻ്റെ പേര് പുഹാർ. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ അടിച്ചിറക്കിയ ഭരണാധികാരിയുടെ പേര് കനിഷ്കനാണ് എന്ത് ഗോൾഡ് കോയിൻ കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പ്രചാരത്തിലാക്കിയ ഭരണാധികാരിയുടെ പേര് കനിഷ്കൻ. ഓക്കെ. അപ്പോൾ മഗധയുടെ പ്രത്യേകത ഇപ്പോൾ പറഞ്ഞതിൽ ഈ മഹാജനപദത്തിൽ പ്രധാനപ്പെട്ടാണ് എന്ത്? മഗധ. പിന്നെ മൂന്നാം പാഠത്തിൽ പ്രധാനപ്പെട്ട സംഭവമാണ് എന്ത്? വർണ്ണവ്യവസ്ഥ. 40-ാമത്തെ പേജിൽ വർണ്ണവ്യവസ്ഥ. 4 വർണ്ണങ്ങളുണ്ടായിരുന്നു. ആ 4 വർണ്ണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 4 വർണ്ണങ്ങൾ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. 4 വർണ്ണങ്ങളുണ്ട്. അതിനാണ് നമ്മൾ വർണ്ണവ്യവസ്ഥ പറയുന്നത്. വർണ്ണവ്യവസ്ഥയിൽ ചാതുർവർണ്ണ്യം എന്നൊക്കെ പറയും. ചാതുർവർണ്ണ വ്യവസ്ഥ അല്ല, വർണ്ണവ്യവസ്ഥ. 4 വർണ്ണങ്ങളുണ്ട്. 4 വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. 4 വർണ്ണങ്ങൾ. അതിൽ ഈശ്വരൻ്റെ വായിൽ നിന്ന് ജനിച്ചവർ ബ്രാഹ്മണരും, ഈശ്വരൻ്റെ കൈത്തണ്ടയിൽ നിന്ന് ജനിച്ചവർ ക്ഷത്രിയരും, ഈശ്വരൻ്റെ തുടകളിൽ നിന്ന് ജനിച്ചവർ വൈശ്യരെന്നും, ഈശ്വരൻ്റെ പാദങ്ങളിൽ നിന്ന് ജനിച്ചവർ ശൂദ്രരെന്നും ആണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ അവരുടെ ജോലികൾ. ബ്രാഹ്മണരുടെ ജോലി എന്താണ്? വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, യാഗങ്ങൾ നടത്തുക, ദാനം ചെയ്യലൊക്കെയാണ് ബ്രാഹ്മണരുടെ ജോലി. എന്നാൽ ക്ഷത്രിയരുടെ ജോലി എന്താണ്? യുദ്ധം ചെയ്യൽ, ജനങ്ങളെ സംരക്ഷിക്കൽ. അങ്ങനെയാണ് ക്ഷത്രിയരുടെ ജോലി, നീതി നടപ്പാക്കൽ. എന്നാൽ വൈശ്യർ എന്താണ്? കൃഷി, കച്ചവടം, ആടുമാടുകൾ മേയ്ക്കലാണ് എന്ത്? വൈശ്യരുടെ ജോലി. 3 വിഭാഗത്തിനും ദാസ്യപ്പണി ചെയ്യലാണ്. 4-ാമത്തെ വിഭാഗം ഏറ്റവും അവസാനമായ ശൂദ്രർ. ശൂദ്രരിലെ ഓർത്ത് വെക്കുക. പാദം, ഈശ്വരൻ്റെ പാദത്തിലെ ഈശ്വരൻ്റെ പാദത്തിൽ നിന്നാണ് ശൂദ്രർ ഉണ്ടായതെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും താഴ്ന്ന വിഭാഗമാണ്, ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗമാണ് എന്ത്? ശൂദ്രർ. അവരെന്താ ചെയ്യുന്നത്? ഈ മുകളിൽ പറഞ്ഞ 3 വിഭാഗത്തിനും ദാസ്യപ്പണി ചെയ്യലാണ് ശൂദ്രർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർണ്ണവ്യവസ്ഥ. പേജ് നമ്പർ 40. വർണ്ണവ്യവസ്ഥ ഇമ്പോർട്ടൻ്റ് ആണ് ആ പാഠത്തിൽ നിന്ന്. പിന്നെ വർദ്ധമാന മഹാവീരനും അതുപോലെ ജൈനമതം ബുദ്ധമതം ഇമ്പോർട്ടൻ്റ് ആണ്. അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ജൈനമതവും ബുദ്ധമതവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ തന്നെ വരുന്നത് നമ്മൾ എന്താണ്? ഹീനയാനം മഹായാനം. എന്താ ഹീനയാനം? ബുദ്ധൻ്റെ മരണശേഷം ബുദ്ധമത സിദ്ധാന്തങ്ങൾ എന്തായി? വ്യാഖ്യാനിക്കുന്നതിൽ എന്ത് ചെയ്തു? അഭിപ്രായ വ്യത്യാസം വന്നു. അങ്ങനെ ബുദ്ധമതം 2ആയി മാറിയതാണ് എന്ത്? ഹീനയാനം, മഹായാനം. ബുദ്ധൻ്റെ മരണശേഷം ബുദ്ധമതം 2ആയി മാറിയതാണ് എന്ത്? ഹീനയാനം, മഹായാനം. ഹീനയാനം എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയ വാഹനം. മഹായാനം എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ വാഹനം. ഹീനയാനം എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയ വാഹനം. മഹായാനം എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ വാഹനം. ഹീനയാനക്കാർ ബുദ്ധമത അതേ ആശയങ്ങൾ പിന്തുടരുന്നു. എന്നാൽ മഹായാനക്കാർ ബുദ്ധൻ്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ബുദ്ധനെ ദൈവമായി കാണുന്നു. ബുദ്ധൻ്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ബുദ്ധനെ ദൈവമായി കാണുന്നവരാണ് മഹായാനക്കാർ. ഹീനയാനത്തിൻ്റെ ഭാഷ പാലി ഭാഷ, എന്നാൽ മഹായാനത്തിൻ്റെ ഭാഷ സംസ്കൃത ഭാഷ. ഇങ്ങനെ 3 പോയിൻ്റേ ഉള്ളൂ. ഇത് പേജ് നമ്പർ 48 ഹീനയാനം, മഹായാനം. മഹായാനം ഇമ്പോർട്ടൻ്റ് ആണ്. ജൈനമതം ബുദ്ധമതം വന്നിട്ടില്ലെങ്കിൽ ഹീനയാനം, മഹായാനം വരും. ബുദ്ധൻ്റെ മരണശേഷം ബുദ്ധമതം 2ആയി മാറിയതാണ് എന്ത്? ഹീനയാനം, മഹായാനം. ബുദ്ധൻ്റെ അതേ കാര്യങ്ങൾ പിന്തുടരുന്നവരാണ് ഹീനയാനക്കാർ. എന്നാൽ അതിൽ നിന്ന് വ്യതിചലിച്ചവരാണ് മഹായാനക്കാർ. ബുദ്ധൻ്റെ
ഹീനയാനം എന്ന് പറഞ്ഞാൽ ചെറിയ വാഹനം, മഹായാനം എന്ന് പറഞ്ഞാൽ വലിയ വാഹനം. പിന്നെ ഹീനയാനക്കാർ ബുധൻ്റെ ഭാഷ പാല്യഭാഷ ഉപയോഗിച്ചു, മഹായാനക്കാർ സംസ്കൃത ഭാഷയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയില്ല കേട്ടോ. അതിൽ മഹാവീരൻ്റെ ബുദ്ധൻ്റെ ഒക്കെ പേര് ജിനന് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിനന് തഥാഗതൻ, മഹാവീരൻ്റെ പേര് ജിനന്, ബുദ്ധൻ്റെ തഥാഗതൻ. ജൈനമതത്തിലാണ് ത്രിരത്നങ്ങളുള്ളത്, ബുദ്ധമതത്തിലാണ് അഷ്ടാംഗ മാർഗങ്ങളുള്ളത്. പിന്നെ പാവപുരി മഹാവീരൻ്റെ പോലെ ബുദ്ധൻ്റെ എന്താണ് കുശിനഗരം, പാവപുരി അതുപോലെ കുശിനഗരം പഠിച്ചേക്കണം. പാവപുരി കുശിനഗരം നമ്മുടെ ഇവരുടെ മരണസ്ഥലമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാവപുരിയിൽ വെച്ചിട്ടാണ് നമ്മുടെ കുശിനഗരത്തിൽ വെച്ചാണ് ബുദ്ധൻ മരണപ്പെടുന്നത്. കുശിനഗരം ബുദ്ധൻ്റെ മരണസ്ഥലമാണ്. പാവപുരി നമ്മുടെ വർദ്ധമാന മഹാവീരൻ്റെ ആണെന്ത് പാവപുരി. അതുപോലെ ബുദ്ധൻ്റെ ആണെന്ത് കുശിനഗരം, എന്താണ് മരണസ്ഥലം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സഞ്ചാരികളുടെ ലോകം എന്നുള്ള പാഠത്തിൽ പഠിക്കുന്നത് കിതാബുൽ ഹിന്ദ് ആരുടെ ബുക്കാണ്? കിതാബുൽ ഹിന്ദ് അൽ-ബറൂനിയുടെ ബുക്കിൻ്റെ പേരാണ് കിതാബുൽ ഹിന്ദ്. കിതാബുൽ ഹിന്ദ് എന്താണ്? അൽ-ബറൂനിയുടെ ബുക്കിൻ്റെ പേരാണ് എന്ത്? കിതാബുൽ ഹിന്ദ് അൽ-ബറൂനി. അതുപോലെ റിഹില എന്ന് പറഞ്ഞാൽ മൊറോക്കോക്കാരനായ ഇബ്നു ബത്തൂത്ത എഴുതിയ യാത്രാവിവരണമാണ് റിഹില. ഇപ്പോൾ 2 പുസ്തകം പഠിക്കുക നമ്മൾ ആ പാഠത്തിൽ. എന്താണ് കിതാബുൽ ഹിന്ദും എന്താണ് റിഹിലയും? കിതാബുൽ ഹിന്ദ് ആരുടെ ബുക്കാണ്? അൽ-ബറൂനിയുടെ ബുക്കാണ് എന്ത്? കിതാബുൽ ഹിന്ദ്. എന്നാൽ ഇബ്നു ബത്തൂത്തൻ്റെ ഗ്രന്ഥമാണ്, യാത്രാവിവരണമാണ് റിഹില. ഇബ്നു ബത്തൂത്തൻ്റെ യാത്രാവിവരണമാണ് റിഹില. അപ്പോൾ 4ാമത്തെ പാഠത്തിൽ 2 പുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്, റിഹിലയും ഇബ്നു ബത്തൂത്തയുടെ എന്താണ് കിതാബുൽ ഹിന്ദും. 5ാമത്തെ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് വരുന്നത് വീരശൈവ പ്രസ്ഥാനം. ബസവണ്ണ കർണാടകയിൽ രൂപമെടുത്ത ഭക്തി പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. കർണാടകയിൽ രൂപമെടുത്ത ഭക്തി പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. ബസവണ്ണയാണ് ഇതിൻ്റെ നേതൃത്വം കൊടുത്തത്. വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ലിംഗായത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വീരശൈവർ ശിവഭക്തരാണ്. ശൈശവവാദത്തെ എതിർത്തു, വിധവാദത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീരശൈവ പ്രസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് നമ്പർ 66. വീരശൈവ പ്രസ്ഥാനം കർണാടകയിൽ രൂപമെടുത്ത ഭക്തി പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപമെടുത്ത ഭക്തി പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. ബസവണ്ണയാണ് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം കൊടുത്തത്. ബസവണ്ണ. വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ലിംഗായത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. മെമ്പേഴ്സ്, വീരശൈവ പ്രസ്ഥാനത്തിലെ മെമ്പേഴ്സ് ലിംഗായത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സൂഫിസം വരും. എന്താ സൂഫിസം അറിയാലോ? സൂഫിസം പേജ് നമ്പർ 67 സൂഫിസം ഭൗതിക ജീവിതത്തോട് ആർഭാടങ്ങളും എതിർപ്പും വിരക്തിയും പ്രകടിപ്പിച്ച ഒരു സംഘം ഉണ്ടായിരുന്നു. അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? സന്യാസി. അവരാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ? സൂഫികൾ. ദൈവത്തോടെ തീവ്രമായ ഭക്തി, സ്നേഹം എന്നിവയിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന് അവർ വിശ്വസിക്കുന്നു. ദൈവത്തോടുള്ള തീവ്രമായ ഭക്തി, സ്നേഹം എന്നിവയിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന് സൂഫിസക്കാർ വിശ്വസിക്കുന്നു. അപ്പോൾ സൂഫിസം ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് 67 സൂഫിസം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് സൂഫിസം. പിന്നെ ഖവാലി അറിയാലോ? ഖവാലി പാട്ടാണ്, കീർത്തനമാണ്. സംഗീതവും നൃത്തവും സിയാറത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ പ്രത്യേക പരിശീലനം എത്തിച്ച ഈ സംഗീതജ്ഞരാണ് എന്ത് ചെയ്യുന്നത്? ഈ ഖവാലി ആലപിക്കാറ്. എന്താണ് ഗരീബ് നവാസ് അറിയാമല്ലോ? ഗരീബ് നവാസ് ഖ്വാജ മൊയ്നുദ്ദീൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് എന്ത്? ഗരീബ് നവാസ് എന്ന് അറിയപ്പെടുന്നത്. സൂഫി വര്യനായ ഖ്വാജ മൊയ്നുദ്ദീൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഗരീബ് നവാസ്. ഖ്വാജ മൊയ്നുദ്ദീൻ അജ്മീർ അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഗരീബ് നവാസ് പറഞ്ഞാൽ ഖ്വാജ മൊയ്നുദ്ദീൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഗരീബ് നവാസ്. എന്താണ്? ഖ്വാജ മൊയ്നുദ്ദീൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണെന്ത്? ഗരീബ് നിവാസ്. പിന്നെ സിയാറത്തും ഖവാലിയും പറഞ്ഞു കഴിഞ്ഞു. ചിസ്തുകളുടെ ആരാധന രീതിയാണ് എന്ത്? സിയാറത്തും ഖവാലിയും. ചിസ്തുകളുടെ ആരാധന രീതിയാണ് സിയാറത്തും ഖവാലിയും. സിയാറത്ത് പറഞ്ഞാൽ ആത്മീയ അനുഗ്രഹം തേടിയിട്ട് ആത്മീയ അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്താൽ സൂഫി വര്യന്മാരുടെ ശവകുടീരങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥയാത്രയാണ് സിയാറത്ത്. സൂഫി വര്യന്മാരുടെ ആത്മീയ അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്താൽ അവരുടെ ശവകുടീരങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥയാത്രയാണ് സിയാറത്തും എന്താണ് ഖവാലിയും പഠിച്ചേക്കണേ. അവിടെ ശവകുടീരം സന്ദർശിക്കുന്നതാണ് എന്ത്? സിയാറത്ത്. അവരെക്കുറിച്ച് പാട്ട് പാടുന്നതാണ് എന്ത്? ഖവാലി. അവരെക്കുറിച്ച് പുകഴ്ത്തി പാടുന്ന കീർത്തനമാണ് ഖവാലി. ആരെക്കുറിച്ചിട്ട്? സൂഫി വര്യന്മാരെ കുറിച്ചിട്ടുള്ള പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന പാട്ട്, ആ കീർത്തനമാണ് എന്ത്? ഖവാലി. അവരുടെ സൂഫി വര്യന്മാരുടെ ശവകുടീരങ്ങൾ
ആത്മീയ അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്താൽ സന്ദർശിക്കുന്നതാണ് എന്ത് സിയാറത്ത്. താരാട്ടുപാട്ട് ലൂരിനാമ. താരാട്ടുപാട്ട് എന്ന് വിളിക്കുന്ന ലൂരിനാമ. ലാലി ലാലി ലാലോ ഹേ ലാലി ലാലി ലാലോ മലരൊളിയേ മന്ദാര മലരെ മഞ്ചാടി മണിയേ ചാഞ്ചാടുമഴകേ. ഞാൻ താരാട്ടുപാട്ടാണ് പാടിയത്. ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ താരാട്ടുപാട്ടുകൾ വിളിക്കുന്ന പേരാണ് ലൂരിനാമ. താരാട്ടുപാട്ട് ലൂരിനാമ. വിവാഹഗാനങ്ങൾ ഷാദിനാമ. താരാട്ടുപാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു ലൂരിനാമ. അത് വൺവേഡായിട്ട് ചോദിക്കാം. താരാട്ടുപാട്ട് ലൂരിനാമ. വിവാഹഗാനങ്ങൾ ഷാദിനാമ. താരാട്ടുപാട്ട് ലൂരിനാമ. ലൂരിനാമ താരാട്ടുപാട്ട്. വിവാഹഗാനങ്ങൾ ഷാദിനാമ. അത് ഓർത്തൊക്കെ എളുപ്പമാണ്. വിവാഹത്തിൻ്റെ ഹിന്ദിയാണ് ഷാദി. അപ്പോൾ ലൂരിനാമ എന്താണ്? ലൂരിനാമ താരാട്ടുപാട്ടാണ്. വിവാഹഗാനം എന്താണ്? ഷാദിനാമ. വിവാഹഗാനം ഷാദിനാമ. പിന്നെ ആ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് നമ്മളെന്താണ്? ഷാബാദ്. നമുക്കറിയാലോ സിഖ് മത സ്ഥാപകൻ ഗുരുനാനാക്ക്. അപ്പോൾ ഗുരുനാനാക്കിൻ്റെ പഞ്ചാബി ഭാഷയിലുള്ള എഴുതിയ കീർത്തനമാണ് എന്ത്? ഷാബാദ്.